ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസം മുമ്പ് പാലക്കാട് റോഡിലൂടെ ഒരു യാത്ര നടത്തിയിട്ട് ഒരു ബസ് യാത്ര നടത്തി. അതാണ് പറയുന്നത്. അതായത് ആലത്തൂരിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് നടത്തിയൊരു യാത്ര എന്തൊരു മനോഹരമാണെന്ന് അറിയൂ. നമ്മുടെ വയലൊക്കെ നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ്. പലയിടത്തും ഞാറ് നട്ടിട്ടുണ്ട്. ചിലയിടത്ത് ഞാറ് പാകി നിർത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. നിറയെ വെള്ളമുണ്ട്. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ഏകദേശം ഡിസംബർ ഫസ്റ്റ് വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതാ വെള്ളം വന്ന് എല്ലായിടം നിറഞ്ഞിട്ടുണ്ട്. ഇനി 2-3 മാസം ഉണ്ടാവും കേട്ടോ ഈ വെള്ളം. ഇങ്ങനെ ആ 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഞാറ് നട്ട് വിളവെടുപ്പ് നടത്തും. ഏകദേശം മാർച്ച് ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് എല്ലായിടം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. ഇതിൽ കണ്ടോ, ഇപ്പം നിറയെ തെങ്ങുണ്ട്. അതുപോലെ അവിടെ കരിമ്പനയുണ്ട്. കരിമ്പനകളുടെ നാട് എന്നാണ് പാലക്കാട് അറിയപ്പെടുന്നത്. ഇതാ കണ്ടോ, ഞെട്ട് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഇത് കണ്ടിങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ 2 ദിവസം കൂടെ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ ഈ അനൗൺസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ ടൗണിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ പോസ്റ്ററൊക്കെ വെച്ച് ഇങ്ങനെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട, എല്ലാ പാർട്ടിയുടെയും കൊടിയുണ്ട്. ഓരോ ഭാഗത്ത് ഓരോ പാർട്ടിയുടെ കൊടിയാണ് കേട്ടോ. ഇതൊക്കെ നോക്കി ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ചൂടിലിങ്ങനെ ഈ യാത്രയും ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യണം. പിന്നെ വലിയ അമ്പരചുംബികളായ ടവറുകളുണ്ട് അവിടെ. പറ്റാവുന്നവരൊക്കെ ഇതേപോലെ യാത്ര ചെയ്യും കേട്ടോ. പാലക്കാട് ഈ സമയത്ത് മാത്രം എന്താ പറയുക, അത്ര മനോഹാരിതയാണ് ഈ സമയത്ത് യാത്ര എന്ന് പറയുന്നത്. കണ്ടോ, കണ്ടാൽ പിന്നെയും കാണണം. ഇതുപോലെ യാത്ര ചെയ്യണം തോന്നും. അപ്പോൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മുടെ യാക്കര പാലാണ്.